കായ്ക്കും പത്രിക്കും ഉയർന്ന ഗുണമേന്മയും തൂക്കവും ചെടിക്ക് നല്ല വളർച്ച. അടിമാലി 14 മൈൽ സ്വദേശി ടി.എം. പുഷ്കരൻ വികസിപ്പിച്ച തോട്ടനാൽ ജാതിക്ക് സവിശേഷതകൾ ഏറെയാണ്. ഇതിനുള്ള അംഗീകാരമായി ഇപ്പോൾ കേന്ദ്ര സസ്യവൈവിധ്യ സംരക്ഷണ വിഭാഗത്തിൽ നിന്ന് തോട്ടനാൽ ജാതി എന്ന പേരിൽ ഇദ്ദേഹത്തിന് രജിസ്ട്രേഷനും പേറ്റന്റും ലഭിച്ചു. തൃശ്ശൂരിലെ കാർഷിക സർവകലാശാല തോട്ടനാൽ ജാതിയെക്കുറിച്ച് പഠനം നടത്തുന്നുമുണ്ട്. രോഗപ്രതിരോധ ശേഷി കൂടിയതും ഉയർന്ന വിളവ് ലഭിക്കുന്നതുമാണ് തോട്ടനാൽ ജാതി. കേരളത്തിലെ ഏത് കാലാവസ്ഥയിലും നല്ല വളർച്ചയും മികച്ച വിളവും നൽകും. 20 വർഷത്തെ പരീക്ഷണ നിരീക്ഷണങ്ങൾക്ക് ശേഷമാണിത് വികസിപ്പിച്ചെടുത്തത്. 30 വർഷമായി കാർഷിക രംഗത്ത് സജീവമായുള്ള തോട്ടനാൽ പുത്തൻപുര പുഷ്കരൻ പരീക്ഷണങ്ങളിലും ശ്രദ്ധാലുവാണ്. ജാതി കൃഷി എങ്ങനെ വിജയകരമാക്കാമെന്ന അന്വേഷണമാണ് തോട്ടനാൽ ജാതിയിലേക്ക് എത്തിച്ചത്. തന്റെ തോട്ടത്തിൽ മറ്റെല്ലാ മരങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഒരു ജാതിയുടെ കായും പത്രിയും വലുതായി തോന്നി. ഈ മരത്തിന് മാത്രം മഴക്കാലത്തെ കുമിൾ രോഗം മൂലമുള്ള ഇലകൊഴിച്ചിലും കായ്കൾ മൂപ്പ് എത്താതെ കൊടിയിലും ഇല്ലായിരുന്നു. മരത്തിന് നല്ല വളർച്ചയും വിളവും ലഭിച്ചു. ഇതിൽ നിന്നും തൈകൾ ബഡ് ചെയ്ത് നട്ട ചെടികൾ എല്ലാം സമാന ഗുണനിലവാരവും സവിശേഷതകളും കാണിക്കുന്നുണ്ട്. സാധാരണ 100 മുതൽ അതിന് മുകളിലേക്ക് കായ്കൾ വേണം 1 കിലോയ്ക്ക്. നമുക്കിതിനൊരു 70 കായ്ക്ക് 1 കിലോ കിട്ടും. അത് നല്ല തൂക്കമുള്ള നല്ല പരിപ്പ് ആയിരിക്കും. അത് പൊട്ടിച്ച എല്ലാ കായ്കളും ഒരേ രീതിയിൽ നല്ല പരിപ്പായിരിക്കും. ഇതിൻ്റെ പത്രി ആണെങ്കിൽ തന്നെ നമുക്കൊരു 7.5 ഗ്രാം വരെയുള്ള പത്രി കിട്ടിയിട്ടുണ്ട്. PPFR അവർ ഒന്ന് അത് വെയിറ്റ് പരിശോധിച്ചപ്പോൾ 7.5 ഗ്രാമുള്ള പത്രിയൊക്കെ അവർക്ക് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ആവറേജ് ഒരു 5 ഗ്രാമിന് മുകളിലേക്ക് പത്രി കിട്ടും, ഉണങ്ങിയ പത്രി. അതേപോലെ എല്ലാ കായ്കളും ഫസ്റ്റ് ഗ്രേഡ് കായായിരിക്കും. പത്രിയാണെങ്കിലും 1-ാം തരം പത്രികളും ആയിരിക്കും. ഇതിന് ഒരു മഴക്കാലത്ത് വരുന്ന മറ്റൊരു ജാതികൾക്ക് വരുന്ന ഒരസുഖങ്ങളും ഇതിനില്ല. ഒരു ഇലയ്ക്ക് പോലും ഇല കേട് വന്നില്ല. ഫംഗൽ ഡിസീസായിട്ടോ ഒരു രീതിയിലും ഒരു കീട രോഗബാധകളൊന്നും ഇല്ല. അടിമാലി 14 മൈൽ സ്വദേശി ടി.എം. പുഷ്കരൻ വികസിപ്പിച്ച തോട്ടനാൽ ജാതിക്കാണ് സവിശേഷതകൾ ഏറെയുള്ളത്. തമിഴ്നാട്ടിലും കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിലും ഇതിന്റെ ബഡ് തൈകൾ നട്ടു. എല്ലാം വിജയകരമായി. നല്ല പരിചരണമുള്ള ബഡ് തൈകൾ 3 വർഷത്തിനകം തന്നെ കായ്ക്കുവാൻ തുടങ്ങും. 15 വർഷത്തിനു മുകളിൽ വളർച്ചയെത്തിയ ജാതിമരത്തിൽ നിന്ന് പ്രതിവർഷം 2000-ന് മുകളിൽ കായ്കൾ ലഭിക്കും. സാധാരണ ഒരു ജാതിക്കയുടെ പത്രിക്ക് 3 മുതൽ 3.5 ഗ്രാം വരെ തൂക്കം കിട്ടുമ്പോൾ തോട്ടനാൽ ജാതിയുടെ പത്രിക്ക് 7.5 ഗ്രാം വരെ തൂക്കം ലഭിക്കും. ഏകദേശം 200 തോട്ടനാൽ ജാതിക്കായിൽ നിന്നും 1 കിലോഗ്രാം ഉണങ്ങിയ പത്രി ലഭിക്കും. കായ്ക്ക് 15 ഗ്രാമിന് മുകളിൽ തൂക്കമുണ്ട്. മറ്റ് ഇനങ്ങൾക്ക് 100 മുതൽ 120 എണ്ണം ഉണ്ടെങ്കിലേ 1 കിലോ കായ് ലഭിക്കൂ. എന്നാൽ തോട്ടനാൽ ജാതിയുടെ 70 എണ്ണത്തിൽ നിന്ന് 1 കിലോഗ്രാം കായ് ലഭിക്കും. കായ്ക്കും പത്രിക്കും ഉയർന്ന ഗുണമേന്മയും തൂക്കവും ചെടിക്കും നല്ല വളർച്ച. ഇതിനുള്ള അംഗീകാരമായാണ് ഇപ്പോൾ കേന്ദ്ര സസ്യ വൈവിധ്യ സംരക്ഷണ വിഭാഗത്തിൽ നിന്ന് തോട്ടനാൽ ജാതി എന്ന പേരിൽ ഇദ്ദേഹത്തിന് രജിസ്ട്രേഷനും പേറ്റന്റും ലഭിച്ചത്. തൃശ്ശൂരിലെ കാർഷിക സർവകലാശാല തോട്ടനാൽ ജാതിയെക്കുറിച്ച് ഗവേഷണം നടത്തുന്നുമുണ്ട്. ന്യൂസ് ബ്യൂറോ, അടിമാലി.